വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്നോട് ഒരാൾ പറഞ്ഞിട്ടുള്ള ആവശ്യമായിരുന്നു, അയാൾക്ക് കേളി ഹെയർ വരയ്ക്കാൻ പഠിക്കണമെന്ന്. എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഈ കേളി ഹെയർ വരയ്ക്കുക എന്നുള്ളത്. ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ഇടാം, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇതിന് ആദ്യം ഞാൻ ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഔട്ട്ലൈൻ എങ്ങനെ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു സ്റ്റാൻഡ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലത്തെ മെത്തേഡിലാണ് നമ്മളൊരു സ്റ്റാൻഡ് വരയ്ക്കുന്നത്. ഇത് ഷോർട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡ് വരയ്ക്കുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് ഷെയ്ഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണർ വരുമല്ലോ, ഈ കോർണറിന് നടുക്കോട്ട് വരുന്ന രീതിയിൽ വേണം ഈ ഷെയ്ഡിങ് ചെയ്യാനായിട്ട്. ഒരിക്കലും നടുക്കുന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ ഷെയ്ഡിങ് ചെയ്യരുത്, അത് തെറ്റായിട്ടുള്ള രീതിയാണ്. എന്നിട്ട് ഇത് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡ് വരയ്ക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണോ നമ്മൾ വരച്ചത് അതുപോലെ നമ്മൾ കുറേ സ്റ്റാൻഡുകൾ വരയ്ക്കുക, അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് വരയ്ക്കുക. ഒരു പെണ്ണിൻ്റെ രൂപം പോലെ വരച്ചിട്ട് അതിന് ചുറ്റും ഹെയർ എത്രത്തോളം തിക്നെസ് വേണോ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കുഞ്ഞു മുടികൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണ്. ഷെയ്ഡ് ചെയ്യേണ്ട മെത്തേഡെന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ കൈ ഡയറക്റ്റ് അതിലേക്ക് കുത്തരുത്. അഴുക്കായിട്ട് നമ്മൾ ഡ്രോയിങ് ഫുള്ള് ചീത്തയായി പോകും. അതിൻ്റെ താഴെ ഒന്ന് ഒരു പേപ്പർ ഇതുപോലെ വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് 2B 4B അങ്ങനെയാണ് നമ്മൾ ആ ഒരു പെൻസിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. പിന്നെ എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാനുള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് 10B വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണോ ഷെയ്ഡ് ചെയ്യുന്നത് കണ്ടത് ആ ഒരു രീതിക്ക് ഇതേ കണക്ക് നടുക്ക് ഹൈലൈറ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് പോർഷൻ വിട്ടിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ എല്ലാ സ്റ്റാൻഡും ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നടുക്ക് കുറേ ഗ്യാപ്പുകൾ വരും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. അതിൻ്റെ ആ ഗ്യാപ്പുകളിൽ ഇങ്ങനെ നല്ല കട്ടിക്ക് ഡാർക്ക് കളറിൽ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഗ്യാപ്പുകൾ വരും. അത് ഫുൾ അതിൻ്റെ ഇടയിൽ ഫുള്ള് നല്ല ബ്ലാക്ക് കളറിൽ നമ്മൾ ഫില്ല് ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊന്തി നിൽക്കുന്ന ഭാഗം ഹൈലൈറ്റ് വെട്ടം തട്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന ഭാഗത്ത് ഷാഡോ വന്ന് വീണിട്ട് ഫുള്ള് ഡാർക്ക് കളറായിരിക്കും. അത് കാണിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഷെയ്ഡെല്ലാം ബ്ലെൻഡ് ചെയ്യുക. ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെയും നമ്മൾ അതിൻ്റെ പുറത്ത് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് പിന്നെയും ബ്ലെൻഡ് ചെയ്യുക. അതായത് നമ്മുടെ ഒരു മുടിയുടെ കറുപ്പ് കളർ എപ്പോൾ കിട്ടുമോ അതുവരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ആ മാക്സിമം ഞാനിത് ഒരു ഏകദേശം ഒരു മുടിയുടെ ഷെയ്ഡ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹൈലൈറ്റ് ആണ് കൊടുക്കുന്നത്. ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് മോണോസിർ ഇറേസർ എടുക്കുക. എന്നിട്ട് പൊന്തി നിൽക്കുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ആ കേൾസിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ ആ ഒരു നടുക്കത്തെ പോർഷൻ ഷെയ്ഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും. അപ്പോൾ അത് തന്നെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ലൈൻസ് വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കേൾസിൻ്റെ ഷേപ്പ് കുറച്ച് ഡിഫൈനായിട്ട് എടുത്തറിയിക്കും. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ പോർഷൻ ചെയ്തെടുക്കേണ്ടത്. പിന്നെ കുറച്ച് നാച്ചുറൽ ലുക്കിനായിട്ട് ഞാൻ കുറച്ച് പൊട്ടി മുടിയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. താഴത്തെ പോർഷൻ ഒന്ന് ഫില്ല് ചെയ്യണം. അത് മുകളിലത്തെ പോലെ കറുപ്പ് വെച്ച് അടിച്ചു വെക്കരുത്. താഴെ കുറച്ച് കുനുകുനാന്ന് പറഞ്ഞിട്ട് കുഞ്ഞു മുടികൾ വരച്ച് കൊടുത്താൽ മതി, അത് ഫില്ലായിക്കോളും. എന്നിട്ട് ഇതേ മെത്തേഡിൽ അപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ പരിപാടി തീർന്നു. ഇത് മൊത്തത്തിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് മൊത്തം കാണിക്കാത്തത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.